ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കായ്പോളയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കായ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം ആദ്യം 4 കഷ്ണങ്ങളാക്കി, പിന്നെ നടുകെ ഒന്നുകൂടി ഒന്ന് കീറിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴവും മുഴുവനായിട്ടും ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കൈപ്പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഈ കാഷ്യൂ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസ് നല്ലോണം റോസ്റ്റായി നല്ലോണം വീർത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം കിസ്മിസൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഈ പഴം മുഴുവനായിട്ടും പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പം പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ പഞ്ചസാര മെൽറ്റാവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി പഴത്തിൽ പിടിച്ച് പഴം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഡെക്കറേഷന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഴം മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ള പഴത്തിലേക്ക് 1 കൈപ്പിടി ചിരവിയ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ പഴത്തിലേക്ക് തേങ്ങ യോജിച്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം തേങ്ങയും പഴവും ഒക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പഴവും നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂവും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കാഷ്യൂവും കിസ്മിസും ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് ഒരു പാനിൽ അല്പം ഓയിൽ തടവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴത്തിൻ്റെ മിക്സും മുട്ടയുടെ മിക്സും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ മുട്ട എടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ കായ്പോളക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി ഇത് നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ പാന് ഡയറക്റ്റ് അങ്ങ് അടുപ്പിൽ വെക്കാൻ പാടില്ല. ഇതിൻ്റെ അടിയിൽ ഒരു പഴകിയ പാനോ അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ തട്ടോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മേലെ വേണം ഈ പാന് വെച്ച് കൊടുക്കാൻ. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂവും കിസ്മിസും ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മേലെ ഒരല്പം ചെറി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കായ്പോള ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഈ കായ്പോള അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ കായ്പോള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നത്. ഇനി പാൻ ഒന്നുകൂടി അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കായ്പോള തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇഫ്താറിനും ഇനി 4 മണി പലഹാരമായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.